ഇന്ത്യക്കാർക്ക് വേണ്ട കാര്യം എന്താ? ഗ്യാസും കുറ്റി കയറണം, പിന്നെ നമുക്ക്. അപ്പൊ അതൊരു വളരെ വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്വാപ്പബിൾ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ബാറ്ററി മാറ്റി വെക്കാം. ഇതുപോലുള്ള വലിയൊരു നെഗറ്റീവ് ആയിട്ട് സ്കൂട്ടർ വാങ്ങിക്കുന്നതിന് തന്നെ പലരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെയും അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു റെയിൻകോട്ട് വെക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടാണ്. അത് ആക്ടിവ. ഓക്കെ, ഹോണ്ട ഇലക്ട്രിക് ആക്ടിവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും. ആക്ടിവ എന്ന് പറഞ്ഞ പേര് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സെയിലൊക്കെ ഉണ്ടാ, പക്ഷെ അവർ ആക്ടിവയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. ഞാൻ പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്റർനാഷണലി ഹോണ്ട എന്ന് പറയുന്ന കമ്പനിക്ക് കുറെ മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. അതിൽ കുറച്ച് ഇപ്പോൾ CB സീരീസ് കൊണ്ടുവന്നു എന്നല്ലാതെ ഇപ്പൊ CB സീരീസ് കുറച്ച് കൊണ്ടുവന്നുണ്ട്. CB 300, അതുപോലെ തന്നെ CB 300F അങ്ങനെയുള്ള മോട്ടോർ സൈക്കിൾ അല്ല. അത് ഇനിയും നല്ല മോട്ടോർ സൈക്കിൾസ് വരാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ CBR 250 അവർക്ക് ലോഞ്ച് ചെയ്യാം. അങ്ങനെ കുറെ മോഡൽസ് ഇന്റർനാഷണലി മാത്രം അപ്ഡേറ്റ് കൊടുത്ത് ഇന്ത്യയിൽ കൊണ്ടുവരാണ്ട് നമുക്ക് ഈ ഒരു ആക്ടിവ 2G 3G 4G 5G 6G 7G വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അതിന്റെ അടുത്ത വെർഷൻ 8G ചിലപ്പോൾ ഇന്ത്യയിൽ വരാം. അത് ICE എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നോർമൽ പെട്രോൾ എഞ്ചിനിൽ വരാം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് അവർക്ക് ഇലക്ട്രിക് വെർഷൻ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ 2 വേരിയൻ്റായിട്ട് വന്നിരിക്കുന്നത്. ഒരു Q01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോവസ്റ്റ് ആയിട്ട് ലോ ക്വാളിറ്റി എന്നല്ല ഞാൻ പറയണേ, ലോ വെർഷൻ, പിന്നെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർഷൻ. ഓക്കെ, എന്തുകൊണ്ട് Q01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ടിവ വെർഷൻ 1 ആക്ടിവ വെർഷൻ 2 ആക്ടിവ എന്ന് ഇടാമായിരുന്നു ഈ ലോവസ്റ്റ് വെർഷന്. പക്ഷെ ഹോണ്ടയ്ക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ലോവസ്റ്റ് ആയിട്ടുള്ള വെർഷന് അവർക്ക് ആക്ടിവ എന്നുള്ള പറയാനുള്ള ഒരു എന്താ പറയാ കോൺഫിഡൻസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഓലയിൽ തന്നെ ഓല S1 Pro അങ്ങനെയൊക്കെ ഇട്ട മാതിരി ഈ ആക്ടിവ എന്നുള്ള ഒരു പേരിൽ തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് Q01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അവരുടെ വെബ്സൈറ്റിലും നമുക്ക് Q01 മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ 2 വെർഷൻ, ലോവസ്റ്റ് വെർഷനും ഹയസ്റ്റ് വെർഷൻ ആയിട്ടുള്ള മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ Q01 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം ആയിട്ടുള്ള ആക്ടിവാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ തന്നെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവരിങ്ങനെ വെട്ടിച്ചുരുക്കൽ ചെയ്തിട്ടുണ്ട്. മീറ്റർ കൺസോളാണ്, നെഗറ്റീവ് LCD മീറ്റർ കൺസോളാണ്. പ്രീമിയം ആയിട്ടുള്ള TFT ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോവസ്റ്റ് ആയിട്ടുള്ള വെർഷനിൽ DR വരുന്നില്ല. ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നതും ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നതും നമ്മുടെ ഹോണ്ട CB 300F കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ ഓഫ് ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ ഹോണ്ടയുടെ പ്രീമിയം ആയിട്ടുള്ള കുറേ മോട്ടോർ സൈക്കിൾ നമ്മൾ കാണുന്ന ടെയിൽ ലൈറ്റ് ആണ്, ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ പാർട്ട് ഷെയറിംഗ് എന്ന് പറയുന്ന കാര്യം പറ്റുന്നിടത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് CB 300F ടെയിൽ ലൈറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ, അതും ഇലക്ട്രിക് സ്കൂട്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീലിൻ്റെ സൈസ് ഈ ഒരു ലോവസ്റ്റ് ആയിട്ടുള്ള വെർഷനിൽ ഫ്രണ്ടിൽ 12 ഇഞ്ചും റിയറിൽ 10 ഇഞ്ചും ആയിട്ടുള്ള ഒരു വെർഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഹബ്ബ് മോട്ടർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്രീമിയം ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സൈഡ് മൗണ്ട് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആണ്. ഇപ്പോൾ ചേതക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ആണ്, ഏതർ സൈഡ് മൗണ്ടഡ്, ഓല സൈഡ് മൗണ്ടഡ്, അവരിലും ഹബ്ബ് മോട്ടർ ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ TVS iQube എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രീമിയം വെർഷൻ ആയിട്ടുള്ള സൈഡ് മൗണ്ട് ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ സൈഡിൽ ബജാജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ഹബ്ബ് മോട്ടർ ആയിട്ടുള്ള ഒരു വെർഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു Q01 ഡ്രം ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ, ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. അതിന്റെ ഡ്രം ബ്രേക്ക് എന്ന് പറയുന്ന ഒരു വെർഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്, നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് അല്ല, ഫിക്സഡ് ബാറ്ററിയാണ്. പക്ഷെ അതിന്റെ ചാർജിങ് സോക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ് അല്ല. ഇതിന്റെ IDC എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച്, ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് അതൊരു കൈൻഡ് ഓഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ്. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക, അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു താളം ഉണ്ടായിരിക്കും, ഒരു ഇതുണ്ടായിരിക്കും. ഞാൻ ഓടിക്കുന്ന പോലെയാണ് നീ ഓടിക്കുക അല്ല. അപ്പോൾ അതിൽ IDC എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന, ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഓടിക്കുമെന്ന് വിചാരിക്കാം. ഒരു കമ്പ്യൂട്ടർ ഓടിക്കുന്ന റേഞ്ച് ഇവർക്ക് 80 കിലോമീറ്റർ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതൊരു റിയൽ ഒരു മനുഷ്യൻ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50-60 കിലോമീറ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള റേഞ്ച് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റേഞ്ചിൻ്റെ കാര്യം വളരെ കുറവാണ്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് വെറും 50 km/h ഉള്ളൂ. അപ്പോൾ റേഞ്ച് കുറവാണ്, ടോപ്പ് സ്പീഡ് കുറവാണ്, കുറേ കാര്യങ്ങൾ ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റേഞ്ച് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാക്ട് റേഞ്ചിലൊന്നും ഓടിക്കാൻ പറ്റില്ല. അതും ഡിഫറെൻറ്റ്
റൈഡിംഗ് മോഡ്സിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റൈഡിംഗ് മോഡ്സിനനുസരിച്ച് ടോപ്പ് ആയിട്ടുള്ള ഒരു സ്പീഡിനനുസരിച്ചുള്ള റൈഡിംഗ് മോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റേഞ്ച് വളരെ വലിയ രീതിയിൽ കുറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ റേഞ്ചിൻ്റെ കാര്യത്തിൽ വളരെയധികം ഒരു കുറവാണ് ഈ പറയുന്ന Q01 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ബജാജ് എടുക്കുകയാണ്, ചേതക്ക് എടുക്കുകയാണ്, ഏതറക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. ഇനി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാപ്പനീസിന് അത്രയും ഒരു താല്പര്യമില്ല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഇന്റർനാഷണലി ഇപ്പോൾ യമഹ നിയോസ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ E01 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബജാജ് അല്ല കവാസാക്കി ആണെന്നുണ്ടെങ്കിലും അവിടെ മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നിഞ്ചേനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ Z സീരീസിനെ ബേസ് ചെയ്തിട്ടും. പക്ഷെ എന്നിരുന്നാലും അതിന് ഈ പറഞ്ഞ പോലെ വളരെ റേഞ്ച് കുറവാണ്. ഇപ്പോൾ യമഹ എടുക്കുകയാണെങ്കിലും കവാസാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഹോണ്ട എടുക്കുകയാണെന്നുണ്ടെങ്കിലും റേഞ്ച് വളരെയധികം കുറവാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത് അവർക്കൊരു മെയിൻ കാര്യം ജാപ്പനീസിൻ്റെ കാര്യം എന്ന് പറയുന്നത് റിലയബിലിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റേഞ്ച് കുറഞ്ഞ മോഡലുകൾ അവർ കൊണ്ടുവരുന്നതെന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. യൂറോപ്യൻ സ്റ്റൈലിൽ മാത്രം മീൻസ് യൂറോപ്പിന് നമ്മുടെ ഇന്ത്യക്കാരുടെ അത്ര ഓട്ടം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡിലാണോ നമുക്ക് തരാനുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇവിടെ അത് നടപടിയാവില്ല. ഇനി അടുത്തൊരു കാര്യം, ഹോണ്ടയുടെ ഏതൊരു മോട്ടോർ സൈക്കിൾ ഇത് സ്കൂട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒടുക്കത്തൊരു പ്രൈസ് ഇടുക. ഇതിന് അങ്ങനെ ഒടുക്കത്തെ പ്രൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സെയിൽ ഉണ്ടാവില്ല. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള മോഡലുകളാണ്. എനിക്കറിയില്ല, ഇവർക്ക് പ്രൈസ് ഇടാൻ അറിയില്ല, വണ്ടി ലോഞ്ച് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ചില നേരത്തെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ അവർക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. ഇനി അടുത്തൊരു മോഡൽ ഇതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ആക്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ആക്റ്റീവയിലെ ഉള്ള ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ DRL വരുന്നുണ്ട്, ഫ്രണ്ടിലൊരു DRL വരുന്നുണ്ട്. പിന്നെ വീൽ സൈസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും 12 ഇഞ്ച് ആയിട്ടുള്ള വീൽ സൈസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പുതിയൊരു ടെയിൽ ലൈറ്റ്, നമ്മുടെ നോർമലി നേരത്തെ കണ്ട CB300Fൻ്റെ ടെയിൽ ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററും അല്ല, കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ആണ് ഈ ആക്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം മോഡലിൽ വന്നിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ ഒരു പ്രീമിയം ഒരു അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സൈഡ് മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പെർമനന്റ് മാഗ്നറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് മൗണ്ട് ചെയ്തിട്ടുള്ള മോട്ടറാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതും ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേതക്കിലെ ഏതറ് തന്നെ നമ്മുടെ ഒലയുടെ S1 Pro അതിലുള്ള മോട്ടോർ സൈക്കിൾസിലൊക്കെ കാണാൻ പറ്റുന്ന സൈഡ് മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു മോട്ടറാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ 22 Nm ഓഫ് ടോർക്ക് വരുന്നുണ്ട്, 6 kW ആയിട്ടുള്ള ഒരു മോട്ടറാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ഉള്ളൂ. ഓക്കെ, ഒരു സ്കൂട്ടറിന് അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡ് എന്ന് പറയാം. കാരണം നമ്മൾ അത്രയും ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 60-70 അതൊക്കെ ആയിരിക്കും നമ്മൾ മാക്സിമം എടുക്കുക. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് IDC റേഞ്ച്, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കമ്പ്യൂട്ടർ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ റേഞ്ച് എന്ന് പറയുന്നത് വെറും 102 km ഉള്ളൂ. അപ്പോൾ റിയൽ റേഞ്ച് എന്ന് പറയുന്നത് വല്ല 70-80 അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അതും ഒരു പോരായ്മയാണ്. ഇനി ഡിഫറെൻറ്റ് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്, 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റൈഡിംഗ് മോഡ്സ് അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള റൈഡിംഗ് മോഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും റേഞ്ച് കുറയാം. ഇനി ഇതിൽ കൂടുതൽ ഇതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരിലേക്ക് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒരു ഐക്മേല് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡൽ ആക്റ്റീവയുടെ കൺസെപ്റ്റ് മോഡൽ ഐക്മേൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെർമനന്റ് ആയിട്ടുള്ള ബാറ്ററിക്ക് പകരം സ്വാപ്പ് ചെയ്യാനുള്ള ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ആയിരിക്കും, ഇന്ത്യയിലേക്ക് ആയിരിക്കില്ല എന്ന്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ആക്റ്റീവയിൽ സ്വാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്, ഊരി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാറ്ററി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് കുറ്റിയുള്ള പോലെ നമ്മുടെ ഗ്യാസ് കുറ്റി വരുന്നു, കഴിയുമ്പോൾ കൊടുക്കുന്നു, പുതിയത് വാങ്ങിക്കുന്നു, അതേപോലെ സെറ്റപ്പ്. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ ഇന്ത്യയിൽ വിജയിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. തായ്വാനിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ മോട്ടോകോപ്പിനായിട്ട് പാർട്ണർഷിപ്പിലുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ഗോഗോറോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ ഇതുപോലുള്ള ഒരു സാധനം ലോഞ്ച് ചെയ്തതാണ്. പക്ഷേ സബ്സിഡിയിലെ കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ് അവരതിൻ്റെ ഫർദർ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിരിക്കുന്നത്. അവരെന്തായാലും തിരിച്ചു വരും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിനടിയിൽ ഉണ്ടാവുന്ന നമ്മുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് ഇല്ലേ, അതുണ്ടായിരിക്കില്ല. ഇന്ത്യക്കാർക്ക് വേണ്ട കാര്യം എന്താ, ഗ്യാസും കുറ്റി കയറണം. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഡിയോയിൽ ഏറ്റവും കൂടുതൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോറേജ് ഉണ്ടായിരിക്കില്ല. ഇനിയുള്ള സ്റ്റോറേജ് ആണെങ്കിൽ തന്നെ ഒരു ഫോണും ഒരു പേഴ്സും വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതൊരു വളരെ വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്വാപ്പബിൾ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ബാറ്ററി ഊരി മാറ്റി വെക്കാം. സ്റ്റേഷനിൽ പോകുന്നു, ഊരി മാറ്റി വെക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള വലിയൊരു നെഗറ്റീവ് ആയിട്ട് സ്കൂട്ടർ വാങ്ങിക്കുന്നതിന് തന്നെ പലരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഈസി ടു റൈഡ്, അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലോർ ബോർഡിലുള്ള ഒരു സ്പേസും പിന്നെ അണ്ടർ സീറ്റിലുള്ള ഒരു സ്പേസ് നോക്കിയിട്ടാണ് പലരും വാങ്ങിക്കുന്നത്. പക്ഷെ നമുക്കറിയാം പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെയും അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു
സേഫ് അല്ല. ഇപ്പോൾ പെട്രോൾ വെർഷനിലും സേഫ് അല്ലാത്ത രീതിയിലുള്ള മോഡലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു ചെറിയൊരു റെയിൻ കോട്ട് വെക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ പറയുന്ന ഈ ആക്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. പിന്നെ സ്വാപ്പബിൾ ആവുന്നത് 2 ബാറ്ററിയാണ് സ്വാപ്പബിൾ ബാറ്ററി ഉള്ളത്. എൻട്രി വെർഷൻ ആയിട്ടുള്ള ഒരു ഈ ആക്റ്റീവയും വരാൻ ചാൻസ് എന്ന് പറയുന്നു. പിന്നെ ഇനി അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നോർമലി വന്നിട്ടുള്ള Q01 എന്ന് പറഞ്ഞിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള വെർഷനിൽ നെഗറ്റീവ് LCD ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ TFT ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ്. നമുക്ക് ടോഗിൾ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ പല കണക്റ്റിംഗ് ഫീച്ചേഴ്സ്, ഇപ്പോൾ മാപ്പ്, നാവിഗേഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് 1 വർഷം മാത്രമായിരിക്കും ഫ്രീ. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം. സബ്സ്ക്രിപ്ഷൻ പാക്ക് പോലെ നമ്മൾ കാശ് കൊടുക്കണം. ഇനി ചാർജിങ് പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കില്ല, കാരണം സ്വാപ്പബിൾ ആയതുകൊണ്ട് ചാർജിങ് പോർട്ട് ഇല്ല. പക്ഷേ ചാർജിങ് പിന്നെ ബാറ്ററി നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കാമല്ലോ, നമ്മൾ മാറ്റി വെക്കില്ല. അപ്പോൾ ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ പാക്ക് പോലെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ മൊത്തത്തിൽ ഇത് ഫുള്ള് പ്രീമിയം കസ്റ്റമേഴ്സിനുള്ളതായിരിക്കും. പ്രീമിയം കസ്റ്റമേഴ്സിനുള്ളത് ആയിരിക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് നീ ചിന്തിച്ചു നോക്കി, സാധാരണക്കാർക്ക് ഈ Q01 എടുക്കാൻ പറ്റില്ല കേട്ടോ. സാധാരണക്കാർക്ക് Q01 എടുക്കാൻ കഴിഞ്ഞാൽ റേഞ്ചിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പല കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ടോപ്പ് ആയിട്ടുള്ള രീതിയിലേക്കില്ല. പിന്നെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഈ പറയുന്ന Q01 മിനിമം ചാർജ് തന്നെ ടൈം വരുന്നത് 4 അവർ 4.5 മണിക്കൂറൊക്കെയാണ്. മറ്റേതിന് 6.5 മണിക്കൂർ അങ്ങനെയൊക്കെ വരുന്നത്. 0 to 100 ആവാൻ 6.5 മണിക്കൂറാണ്ട് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വിടാം, ചാർജിങ്ങിന്റെ കാര്യം വിടും. പക്ഷേ ഈ പറയുന്ന റേഞ്ച് വളരെയധികം കുറവാണ് Q01 എന്ന് പറഞ്ഞ മോഡലിന്. ഇനി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ 2 മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ 2 മോഡലും ഏകദേശം ഒരു 4 വർഷം മുന്നേ ലോഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഇതിപ്പോൾ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള അതിഥികളാണ്. അത് ഞാൻ പറഞ്ഞു, ജാപ്പനീസുകാർ റേഞ്ചിന്റെ കാര്യത്തിൽ വളരെ ലിമിറ്റഡ് ആക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ലിമിറ്റഡ് ആക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി അടുത്തൊരു കാര്യം പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് ബെറ്റർ ആയിട്ടില്ലെങ്കിലും സെയിൽ ഉണ്ടാവില്ല. ഇനി ഈ ആക്റ്റീവയുടെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്റ്റീവ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് 3 സിറ്റീസിൽ മാത്രമാണ്. അതിനുശേഷമാണ് പിന്നീട് അവർ അതൊരു വലിയൊരു ലാർജ് സ്കെയിലിൽ കൊണ്ടുവരുള്ളൂ. അതുവരെ എല്ലാവർക്കും Q01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരിക്കും തരിക. അതും ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം. കാരണം Q01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തള്ളൽ തള്ളിയിട്ട് പിന്നെ ആക്റ്റീവ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കാം. ഇനി ചില അറിയാലോ ആക്റ്റീവ ഫാൻസുകളായിട്ടുള്ള അപ്പാപ്പന്മാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഉണ്ടായിരിക്കാം. സോ അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് ഒരു ഇലക്ട്രിക് വെർഷൻ വരുമ്പോൾ ചിലപ്പോൾ എടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹോണ്ട ഈ ആക്റ്റീവയെ കുറിച്ച് പറയാനുള്ള. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പറയുന്ന ഹോണ്ടയുടെ ഈ ആക്റ്റീവ അല്ലെങ്കിൽ Q01 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാനായിട്ട്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.